ചേട്ടനൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്ന പോലെ ശരിക്കും ഒത്തിരി ലെജൻസിനോട് വർക്ക് ചെയ്യാനുള്ളൊരു അവസരം ശരിക്കും ഒരുപാട് ദൈവം കനിഞ്ഞ് തന്നിട്ടുണ്ട്. എൻ്റെ ആദ്യ പടം തന്നെ അമ്പിളിച്ചേട്ടൻ്റെ മകനായിട്ട് അഭിനയിക്കാൻ പറ്റി. അത്ഭുത ദ്വീപിലാണ് അമ്പിളിച്ചേട്ടൻ്റെ അമ്മാവനായിട്ട്. കറക്റ്റ്, അതൊരു തമ്മിൽ അടിയുള്ളതായ നേരവേ. ചേട്ടാ, അത്ഭുത ദ്വീപിലെ ആ ഒരു ക്യാരക്ടർ ചെയ്യുമ്പം എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ ചെയ്ത ക്യാരക്ടറിലേക്കും ഒരു ഹീറോ ആണ് അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് അതിനകത്ത് വർക്ക് ചെയ്ത്. ഈക്വൽ ടു ഹീറോ എന്ന് തന്നെ പറയണം. അതേപോലെ ഒരു ക്യാരക്ടർ ചേട്ടൻ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനി അതിൻ്റെ ഒരു പാർട്ട് 2 വരണം എന്നോ എങ്ങനെയെങ്കിലും ചേട്ടൻ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അല്ല, ഈ ആഗ്രഹമുണ്ട്. ഇപ്പം ഈ അത്ഭുത ദ്വീപ് 2 തന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ കമന്റ് ബോക്സിൽ തന്നെ വന്നു പറയുന്നുണ്ട്. കാരണം ഇപ്പൊ ഈ 2 ഇറങ്ങുന്ന സമയമാണല്ലോ. അതെ, പക്ഷെ മാത്രമല്ല അത്ഭുത ദ്വീപ് 2 ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയാൻ പറ്റും. ആ കാലത്താണ് അത്രയും ടെക്നോളജി വെച്ച് അങ്ങനെ ഒരു ചെറിയ ഒരു സിനിമ എടുത്ത് അത്രയും വലിയൊരു ക്യാൻവാസിലെടുത്ത്. അത് വിനയൻ സാറിന് തന്നെയാണ് അതിന്റെ അങ്ങനെ ഒരു കാസ്റ്റ് എന്നെ അതിന് അങ്ങനത്തെ ഒരു കഥാപാത്രത്തിന് എന്നെ നിയോഗിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് ആണ്. അത് ശരിക്കും അദ്ദേഹത്തിനോട് ആ കോൺഫിഡൻസ് നമ്മൾ സമ്മതിക്കണം. കാര്യം എന്ന് വെച്ചാൽ അന്ന് എത്രയോ സൂപ്പർ സ്റ്റാർസ് നിൽക്കുന്ന സമയത്താണ് സർ ഇങ്ങനെ ഇതൊരു എൻറ്റയർലി ഡിഫറെന്റ് ഒരു ലോകത്തിൽ ആ പടം അത്രയും ഡൂപ്പർ ഹിറ്റ് ആവണം എന്നുണ്ടെങ്കിൽ അല്ലേ, അതിനൊരു അദ്ദേഹത്തിന് അത് ഹാറ്റ്സ് ഓഫ് ടു ഹിം. കാരണം ഞാൻ തന്നെ ഒരു 4 പേര് ഒരുമിച്ച് കണ്ടിട്ടുള്ളൂ. ഞാൻ പോയിട്ട് ഒരു പടത്തിൽ അഭിനയിക്കുമ്പോൾ ലൊക്കേഷനിൽ തന്നെ 300 പേര്, ചെറിയ ആൾക്കാർ. അതിനു മുമ്പ് ഞങ്ങളെല്ലാം ഇങ്ങനെ മുകളിലോട്ട് നോക്കിയാൽ എല്ലാവരോടും സംസാരിച്ചിട്ടുള്ളൂ. ഇത് ഈ ചെറിയ എല്ലാ ആൾക്കാരും തോളത്ത് കൈക്കിട്ട് എന്നാ. അപ്പൊ നമ്മൾ അതുപോലൊരു ലോകത്തിരിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ചേട്ടൻ ഇപ്പൊ ചെയ്തത് ഈ സൂര്യ വിജയുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്തു, അവരുടെ ഒക്കെ ചെയ്ത ഒരു എക്സ്പീരിയൻസ്, മാത്രമല്ല വില്ലൻ ക്യാരക്ടേഴ്സ്. ഞാൻ പല ഇന്റർവ്യൂവിലും എന്നോട് പലരും ചോദിച്ചു ഈ വിജയ് സാറുമായിട്ടുള്ള കാവലൻ എന്ന് പറഞ്ഞ സിനിമയുടെ ആ പടത്തിലാണ് അഭിനയിച്ചത് അദ്ദേഹമായിട്ട്. ഇവിടെ ബോഡി ഗാർഡിന്റെ തമിഴ് റീമേക്ക്. ആ സമയത്തൊക്കെ അതിലും ഈ പറഞ്ഞ പോലെ നമ്മൾ 4 ആർട്ടിസ്റ്റുകളെ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ ആ ഒരു ഷെഡ്യൂളിൽ കോളേജ് ആ ഒരു സീക്വൻസ്. അപ്പോൾ ലൊക്കേഷനിൽ സമയം കിട്ടുമ്പോഴൊക്കെ ചെറിയ ചെറിയ ഗ്യാപ്പൊക്കെ വരുമല്ലോ, നമ്മൾ സീൻ ടു സീൻ വരുമ്പോൾ. ആ ടൈമിലൊക്കെ ഇദ്ദേഹം നമ്മളെ അടുത്ത് വിളിച്ചിരുത്തി സംസാരിക്കുകയും നമ്മുടെ കാര്യങ്ങൾ ചോദിച്ചറിയുകയും എൻ്റെ കുട്ടിക്കാലം തൊട്ടിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ വന്ന വഴികൾ, ഈ സമയത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ എടുത്തിട്ടുള്ള എഫർട്ടുകൾ, ഇതേക്കുറിച്ചിട്ടൊക്കെ വളരെ വിശദമായിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഇപ്പോൾ ശാരീരികമായിട്ട് പരിമിതിയുള്ള ഒരാൾ, അപ്പം ഞാനെന്നുള്ളല്ല ആര് വന്നാലും ആളെ ഒന്ന് കൺസിഡർ ചെയ്തിട്ട് അദ്ദേഹം പോവുള്ളൂ. അപ്പോൾ എനിക്കത് ഭയങ്കര അത്ഭുതമായി പോയി. കാരണം അങ്ങനെ ഇരുന്ന് നമ്മളൊരു വളരെ സംസാരിക്കുകയും നമ്മളുമായിട്ട് സ്നേഹം പങ്കുവെക്കുകയും ചെയ്ത ആള് ഇപ്പൊ ഇതാ തമിഴ്നാടിന്റെ CM ആയിരിക്കുന്നു. വിളിച്ച് വിഷ് ചെയ്തോ? എങ്ങനെ കിട്ടാനില്ലല്ലോ. പക്ഷെ ഞാൻ എവിടെയെങ്കിലും വെച്ച് കാണും ഞങ്ങള്. പക്ഷെ എന്തായാലും ഉറപ്പായിട്ടും പുള്ളി റെക്കഗ്നൈസ് ചെയ്യാതൊന്നും ഇരിക്കത്തില്ല. പിന്നെ എന്നുവെച്ചാ ഇത്രയും വർത്താനവും നല്ലതായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും മറക്കാൻ ചാൻസ് ഇല്ല അല്ലേ. അക്വസ്റ്റാർ പാത്തുകളും ക്ലാമ്പുകളും, അക്വസ്റ്റാർ റെയിൻ വാട്ടർ പൈപ്സ്, മറ്റെല്ലാം ചുമ്മാ.